VM സാദിഖലിയാണ്. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിന് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ട കാര്യങ്ങളാണ് ക്യാമറകൾ എന്ന് പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ അടുത്തുള്ള ക്യാമറകളെ കുറിച്ച് കണ്ട് നിങ്ങളോട് പറയാം. എൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ ഫിലിം ക്യാമറ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സോണിയുടെ സൈബർ ഷോട്ട് ക്യാമറ ഉപയോഗിച്ചു. പിന്നീട് നിക്കോണിൻ്റെ 3100 എന്ന് പറയുന്ന ക്യാമറ ഉപയോഗിച്ചു. ആ ക്യാമറ എപ്പോഴും എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഞാനതിൽ ചിത്രങ്ങളൊന്നും എടുക്കാറില്ല, അത് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നിക്കോണിൻ്റെ D500 എന്ന് പറയുന്ന വൈൽഡ് ലൈഫിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്യാമറയാണ് നിക്കോണിൻ്റെ D500. ആ ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോഴും ഞാൻ ഉപയോഗിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം 2016 മുതലാണ് ആ ക്യാമറ ഉപയോഗിക്കുന്നത്. പിന്നീട് വീഡിയോഗ്രാഫി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെയൊക്കെ ക്യാമറ ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ സോണിയുടെ A7S III എന്ന് പറയുന്നതാണ് ഒരു ബോഡി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് സോണിയുടെ FX30 എന്ന് പറയുന്ന ക്യാമറയും. ഇത് രണ്ടുമാണ് ഞാൻ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. A7S III 12 മെഗാപിക്സലേ ഉള്ളൂ. നമുക്ക് ഫോട്ടോഗ്രാഫി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കൊന്നും പറ്റുന്നതല്ല. വീഡിയോഗ്രാഫിക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷനായിരിക്കും A7S III എന്ന് പറയുന്ന മോഡൽ. പിന്നെ FX30 നല്ലൊരു ക്യാമറയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരു 24 മെഗാപിക്സൽ ഫോട്ടോഗ്രാഫിയും ചെയ്യാൻ പറ്റും. വീഡിയോഗ്രാഫിക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്യാമറയിൽപ്പെട്ടൊരു ക്യാമറയാണ്. ഇതിൻ്റെ മുകളിൽ വരുന്ന ക്യാമറ ഉണ്ട്, നമ്മളെ കൊണ്ട് ബഡ്ജറ്റിൽ താവുന്നത് ഏകദേശം ഈ ഒരു ക്യാമറയാണ് താവുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ അടുത്തുള്ള ഓരോ ലെൻസുകളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിലുള്ളത് 200-600 എന്ന് പറയുന്ന എക്സ്ട്രീം ടെലി ലെൻസാണ്. ഒരു 300 mm വരെ വരുന്ന ലെൻസുകൾക്ക് ടെലി ലെൻസ് എന്നും 300ൻ്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് എക്സ്ട്രീം ടെലി ലെൻസും എന്നാണ് പറയുന്നത്. എൻ്റെ അടുത്ത് സിഗ്മയുടെ 150-600 ഒരു സ്പോർട്സ് ലെൻസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്, 200-600 ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വൈഡൊക്കെ ചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലെൻസാണ് സോണിയുടെ 24-105ൻ്റെ ലെൻസ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിലയൊക്കെ നിങ്ങൾ നെറ്റിൽ നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും കേട്ടോ. ഏറ്റവും പുതിയ വില എന്ന് പറയുന്നത് നെറ്റിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ മാക്രോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 90 mm സോണിയുടെ മാക്രോ ലെൻസ് ഉപയോഗിക്കുന്നത്. ഇത് 2.8 വരുന്ന മാക്രോ ഫോട്ടോഗ്രാഫിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ലെൻസാണ് വരുന്നത്. ഇതാണ് കേട്ടോ FX30 എന്ന് പറയുന്ന ക്യാമറയുടെ ബോഡി വരുന്നത്. അങ്ങനെ വെയ്റ്റ്ലെസ് ആണ്. ഈ സോണിയുടെ പ്രത്യേകത തന്നെ വെയ്റ്റ്ലെസ് ആണ്, മിറർലെസ്സിലാണ് വരുന്നത്. പിന്നീട് ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് DJയുടെ വയർലെസ് മൈക്കാണ്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 വർഷമായി ഞാൻ ഈ മൈക്ക് ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾ എൻ്റെ ശബ്ദമൊക്കെ കേൾക്കാറുണ്ടായിരിക്കും. നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇത്ര ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്, ഇത്ര ക്യാമറകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കനോണിൻ്റെ 70D എന്ന് പറയുന്നൊരു ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. ടാംറോണിൻ്റെ ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അത് 300 mm വരുന്ന ലെൻസും അതിൻ്റെ കൂടെയുള്ളൊരു കിറ്റ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 50 mm ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയൊരു ലെൻസ് എന്ന് പറയുന്നത് 50 mm ലെൻസാണ്. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് 50 mm ലെൻസാണ്. ഈ ലെൻസ് കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ആ കാരണം കൊണ്ടാണ്. ഇതൊരു മോണോപോഡാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ദുബായിൽ പോയ സമയത്ത് ഐബ്രാൻഡ് കണക്റ്റ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഗിഫ്റ്റായിട്ട് തരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോ ലെൻസുകളും ക്യാമറകളൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് തരാൻ പറ്റും കേട്ടോ.